ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഒരു ശാപമാണെന്നൊരു സുഹൃത്ത് പറഞ്ഞു. ഞാനതിന് മുഖം കാണാതിരുന്നതിൻ്റെ ഭാഗ്യം. സാർ, കമ്മ്യൂണിസം ശാപമാണെന്ന് പറയുന്ന ലോകത്ത് ജീവിച്ചിരിക്കാൻ അവകാശമുണ്ട്. സാർ, കമ്മ്യൂണിസം ലോകത്ത് തകർക്കപ്പെട്ട തത്വസംഹിതയും വെറുക്കപ്പെട്ട വിശ്വാസ പ്രമാണമാണ്. എന്നിട്ടും പ്രിയപ്പെട്ട രവീന്ദ്രൻ മാഷെ പോലുള്ള വലിയ അധ്യാപകർ ഞങ്ങളെപ്പോലുള്ള പുതുതലമുറയെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രസംഗം നടത്തിയത്. സാർ, കമ്മ്യൂണിസത്തിൻ്റെ കാലം കഴിഞ്ഞ് സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റിലെ ആശയങ്ങൾ ഈ നാടിനെ പുതുയുഗത്തിലേക്ക് നയിക്കുന്ന ആശയങ്ങളാണ് സാർ. ഈ ബഡ്ജറ്റിനെ സർവാത്മന പിന്തുണച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഒരു ശാപമാണെന്നൊരു സുഹൃത്ത് പറഞ്ഞു. ഞാനതിന് മുഖം കാണാതിരുന്നതിൻ്റെ ഭാഗ്യം. സാർ, കമ്മ്യൂണിസം ശാപമാണെന്ന് പറയുന്ന ലോകത്ത് ജീവിച്ചിരിക്കാൻ അവകാശമുണ്ട്. മഹാനായ ജവഹർലാൽ നെഹ്റു എന്നാണ് പ്രിൻസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് ശാപമാണെന്നാണ്. അതിനെ ശാപഗ്രസ്തമാക്കിയവരെ പറ്റി പറയുന്നതിന് പകരം ആ മഹത്തായ ഐഡിയോളജി ആക്ഷേപിക്കാന്ന് പറഞ്ഞാൽ ഇന്നിവിടെ കമ്മ്യൂണിസം ഇല്ല സാർ. ഇവിടെ എന്ത് കമ്മ്യൂണിസം? ഇപ്പോൾ ആരാ കമ്മ്യൂണിസ്റ്റ്? ഞാൻ കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ്. അത് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതൊരിക്കലും കാലാഹരണപ്പെട്ടതല്ല. അത് കൊണ്ടു നടക്കാനും നടപ്പാക്കാനും ഉള്ളവരാരും ഇപ്പോൾ ഇല്ല. ചൈനയിലും ക്യൂബയിലും കൊറിയയിലും വിയറ്റ്നാമിലും ഉള്ളത് അത് അവരൊരു പരുവത്തിൽ കൊണ്ട് നടക്കുന്നു. ബാക്കിയെല്ലാം ഇവിടെ ആരാ ഉള്ളത്? ആരുമില്ല.